പത്മജ വേണുഗോപാലിനെ ബി.ജെ.പിയിൽ എത്തിച്ചതിന് പിന്നിൽ മുൻ IPS ഓഫീസർ ആണെന്നതിന് തെളിവുകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിഷേധിച്ചാൽ തെളിവുകൾ ഹാജരാക്കാം. കുറെ കാലമായി CPM BJP ഇടനിലക്കാരായാണ് ബെഹ്റ പ്രവർത്തിക്കുന്നത്. പിണറായിയുടെ അനുമതിയോടെയാണ് പത്മജയുടെ BJP പ്രവേശനത്തിന് ഇടനിലക്കാരനായി ബെഹ്റ പ്രവർത്തിച്ചത് സതീശൻ പറഞ്ഞു. ആരോപണങ്ങൾ നേരത്തെ ബെഹ്റ നിഷേധിച്ചിരുന്നു. അതിനുശേഷവും കോൺഗ്രസ് ആരോപണം തുടരുകയാണ്. പത്മജ BJPയിൽ ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദവും CPMനായിരുന്നു. മാത്യു ടി തോമസിന്റെ പാർട്ടി NDAയിൽ തുടരുമ്പോഴാണ് ചാലക്കുടിയിൽ അദ്ദേഹം BJPക്കെതിരെ പ്രസംഗിച്ചത്. NDA ഘടകകക്ഷിയായ ജനതാദളിനെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ? അതോ BJPയുമായുള്ള ധാരണയാണോ? മന്ത്രി കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ? മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുമെന്നത് പിണറായിയും BJPയും തമ്മിലുള്ള ധാരണയാണ്. കരുവന്നൂർ മാസപ്പടി അന്വേഷണങ്ങൾ എവിടെ പോയി? സതീശൻ ചോദിച്ചു. എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. 16 വർഷം CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മുൻ ധനകാര്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്ന വിശ്വനാഥ മേനോൻ BJPയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പിണറായി സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന് മന്ത്രിയായ കണ്ണന്താനത്തിന് വിരുന്നു നൽകിയ ആളാണ് പിണറായി. അപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ CPM നാണം കെട്ട പാർട്ടിയായിരുന്നോ? സതീശൻ ചോദിച്ചു. ഏറ്റവും മുതിർന്ന നേതാവ് പാർട്ടി വിട്ടപ്പോൾ ആ നാണം കെട്ട പാർട്ടിയുടെ തലപ്പത്ത് പിണറായി വിജയനല്ലേ ഇരുന്നത്? ബംഗാളിലും ത്രിപുരയിലുമുള്ള CPM നേതാക്കൾ BJPയിലും തൃണമൂൽ കോൺഗ്രസിലുമാണ്. പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയെയും പിണറായി പറഞ്ഞതുപോലെ നാണം കെട്ട് എന്ന് വിശേഷിപ്പിക്കുന്നില്ല. 77-ൽ RSS പിന്തുണയിൽ ജയിച്ച ആളാണ് പിണറായി. BJPയുമായുള്ള ബന്ധത്തിൽ 38 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിയത്. ഇവർക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ എവിടെ പോയി? കരുവന്നൂരിലെ ED അന്വേഷണം ധാരണയായോ? BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് പറയുന്ന EP ജയരാജൻ LDF കൺവീനറാണോ അതോ NDA ചെയർമാനാണോ? സതീശൻ കൂട്ടിച്ചേർത്തു. BJP 2ാം സ്ഥാനത്ത് വന്നാൽ അവിടെയൊക്കെ LDF 3ാം സ്ഥാനത്ത് വരുമെന്നാണ്. വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ്. പിണറായിയെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇല്ലാത്ത സ്പേസ് BJPക്ക് CPM കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും ആരോപിച്ചു. UDFന്റെ വടകര, ആലപ്പുഴ, തൃശൂർ സ്ഥാനാർത്ഥികൾ CPMനെയും BJPയെയും ഞെട്ടിച്ചു. ആ ഞെട്ടൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇരട്ടിയാകും. UDFന് വടകരയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ BJPയെ അനുവദിക്കില്ല, സതീശൻ പറഞ്ഞു. എന്തായാലും നിഷേധിച്ചാൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം BJPയുമായുള്ള ധാരണയാണോ എന്നും സതീശൻ ചോദിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും പത്മജ BJPയിൽ ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം CPMനായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്.